വാസ്തവ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് നിർമ്മാണ പ്രവൃത്തികളടക്കം ഒട്ടേറെ വിഷയങ്ങൾക്ക് പരിഹാരമായേക്കാവുന്ന ഊർജ്ജ സംബന്ധമായ ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ ഒരു ഉപകരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. പെൻഡുലം എന്നാണ് ആ ഉപകരണത്തിൻ്റെ പേര്. പൂർണ്ണമായും പറഞ്ഞാൽ പെൻഡുലശാസ്ത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ അതിനെ വിശദീകരിക്കാം. പദാർത്ഥങ്ങളിൽ നിന്നും നിർഗമിക്കുന്ന രാധപ്രസരണ സന്ദേശങ്ങളെ പെൻഡുലത്തിൻ്റെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് പെൻഡുലശാസ്ത്രം. ലോകത്തെമ്പാടും നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ അപഗ്രഥിക്കുന്നതിന് ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ചു വരുന്നു. ഗോചരമല്ലാത്ത വസ്തുക്കളെക്കുറിച്ച് അറിയുന്നതിനാണ് പെൻഡുലം ഉപയോഗിക്കുന്നത്. പഞ്ചരശ്മികളിലൂടെ ഈ ശാസ്ത്രത്തെ പറയുന്നു. 1. മൗലിക രശ്മികൾ. വസ്തുവിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്ന നിമിഷം കൊണ്ട് വസ്തുവിൻ്റെ സാന്നിധ്യം, സ്വഭാവം, ദിക്ക്, ദൂരം മുതലായവ കൃത്യമായി കണ്ടെത്താം. ഓരോ വസ്തുവിനും മൗലിക രശ്മിയുണ്ട്. ആ രശ്മിയുടെ ദിക്കും ചരിവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 2. മാനസരശ്മി. മെൻ്റൽ റേ എന്ന് ഇംഗ്ലീഷിൽ പറയും. വസ്തുവിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് ഇത് സഞ്ചരിക്കുന്നു. നിമിഷം കൊണ്ട് ഒബ്ജക്റ്റിൻ്റെ സാന്നിധ്യം, സ്വഭാവം, ദിക്ക് മുതലായവ കൃത്യമായി കണ്ടെത്താം. അടുത്തതായി പറയുന്നത് സാക്ഷിരശ്മിയാണ്. ഓരോ വസ്തുവും അതിനെപ്പോലുള്ള മറ്റൊരു വസ്തുവിലേക്ക് രാധശക്തി സന്ദേശത്തെ അയച്ചുകൊണ്ടിരിക്കുന്നു. 4. സൂര്യരശ്മി. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ എല്ലാ വസ്തുക്കളെയും സൂര്യനോട് ബന്ധിപ്പിക്കുന്നു. ലംബരശ്മി. വസ്തുവിൻ്റെ മുകളിലും താഴെയും ഉണ്ടായിരിക്കും. പെൻഡുലം വസ്തുവിൻ്റെ മുകളിൽ പിടിച്ചാൽ ക്രമസംഖ്യ കൃത്യമായി കിട്ടുന്നതാണ്. അടുത്തതായി പറയുന്നത് ഈ പെൻഡുലം കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ആഭിചാരദോഷം. അഭിചാരദോഷം 2 ടൈപ്പ് ഉണ്ട്. അതായത് 1 മഹാഭിചാരവും 2 ക്ഷുദ്ര അഭിചാരവും. അതിനകത്ത് വരുന്നൊരു ഷഡ്കർമ്മങ്ങളാണ്. 1 ശാന്തി, 2 വശ്യം, 3 വിദ്വേഷം, 4 ഉച്ചാടനം, 5 സ്തംഭനം, 6 മാരണം. ക്ഷുദ്രാഭിചാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിനെ നെഗറ്റീവ് എനർജിയാക്കി മണ്ണിൽ ലയിക്കാത്ത വസ്തുക്കൾ കുഴിച്ചിടുന്ന പ്രക്രിയയാണ്. ജലത്തിലും അത് ചെയ്യുന്നുണ്ട്. 2 മഹാഭിചാരമാണ്. ഏതെങ്കിലും ദുഷ്ടശക്തിയെ ആളിലേക്ക് സന്നിവേശിപ്പിച്ചു വിടുന്ന പ്രക്രിയയാണ് മഹാഭിചാരം. മഹാഭിചാരത്തിന് ഒബ്ജക്റ്റ് വേണ്ട. അടുത്തതായി പറയുന്നത് ഈ പെൻഡുലം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. പെൻഡുലം ഉപയോഗിക്കുന്ന വ്യക്തിയിൽ നിന്നും പുറപ്പെട്ട് പദാർത്ഥങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി പെൻഡുലം ചലിക്കുന്നു. അറിയപ്പെടാത്തതും ഇന്നുവരെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതുമായ ഒരു സിദ്ധി മൂലമാണ് പെൻഡുലം പ്രവർത്തിക്കുന്നത്. ഉപബോധ മനസ്സെന്നോ അതീത മനസ്സെന്നോ പറയുവാവുന്ന മാനസിക തലത്തിൻ്റെ പ്രവർത്തന ഫലമായി പെൻഡുലം പ്രവർത്തിക്കുന്നു. അതീന്ദ്രിയ ദർശന ശേഷിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ശല്യാസിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മഹാവിചാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുക്കളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1 കരി, 2 ഇരുമ്പ്, 3 തുരുമ്പ്, 4 മുട്ട, 5 സ്ത്രീ വിഗ്രഹം, 6 നീണ്ട കൂർത്ത ശംഖുകൾ, 7 ചെമ്പ്, വെള്ളി, സ്വർണ്ണത്തകിടുകൾ, 8 കുന്തിരിക്കം, 9 തേങ്ങ, 10 തലമുടി, 11 എല്ല്, 12 ചരടുകൾ, 13 മൃഗങ്ങളുടെ കൊമ്പുകൾ, 4 കടുക്, 15 ചുട്ട പാറക്കല്ല്, 16 സർപ്പപ്രതിമ, 17 കോഴി, പൂച്ച, പാമ്പ്, പല്ലി, ഓന്ത്, തവള ഇവയൊക്കെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുക, പ്രവർത്തനശേഷി മന്ദീഭവിക്കുക, മാനസിക വിഭ്രാന്തി, വീട് വിട്ടു പോകാൻ തോന്നുക, കലഹങ്ങൾ പതിവാകുക, ക്ഷീണം തോന്നുക. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുക്കളാണ് വിഷാഷ്ടകം എന്ന് പറയുന്നത്. പരുന്തിൻ്റെ കാഷ്ടം, നറുനീണ്ടി. ഇനി പെൻഡുലം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത്. 1 വലത് കൈയിലെ ചൂണ്ടുവിരലിനും പെരുവിരലിനും മധ്യേ പിടിക്കുക. 2 ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. പരസ്യ പ്രദർശനം പാടില്ല. മനസ്സ് ശുദ്ധമായിരിക്കുമ്പോഴേ നോക്കാവൂ. അശ്രദ്ധ പാടില്ല. കൈകാലുകൾ ക്രോസ് ചെയ്ത് പെൻഡുലം ഉപയോഗിച്ച് മറ്റു വിരലുകൾ സ്പർശിക്കരുത്. മെറ്റൽ, മേശ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ പെൻഡുലത്തിന് സമീപം വയ്ക്കരുത്. കൈ കുടയുക, കൈ തിരിക്കുക, 3 പ്രാവശ്യം പ്രാണായാമം ചെയ്യുക.
ഒരു തവണ 20 മിനിറ്റിന് ശേഷം അടുത്തത്. അങ്ങനെ വേണം പെൻഡുലത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ. പെൻഡുലത്തിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക. ദുർഗന്ധപൂരിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് പെൻഡുലം ഉപയോഗിക്കാതിരിക്കുക. അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥ, ശക്തമായ കാറ്റുള്ളപ്പോഴും പെൻഡുലം ഉപയോഗിക്കാതിരിക്കുക. കാര്യഗൗരവം ഉള്ളത് മാത്രം നോക്കുക. കൈമാറ്റം പാടില്ല. കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക. കറുത്ത വാവ്, പ്രഥമ, ചതുർത്ഥി, അഷ്ടമി, ചതുർദശി ഈ തിഥികളിൽ പെൻഡുലം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന ദോഷങ്ങൾ കാലസർപ്പദോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അർത്ഥനാശം, മഹാരോഗം, സ്ഥാനഭ്രംശം, മാനഹാനി, വിഷമുള്ള ജന്തുക്കളിൽ നിന്ന് ദോഷിക്കുക, വാതപിത്തരോഗം, സർക്കാർ ഭീഷണി, ജലപതനം, വൃക്ഷപതനം, ഭയം. ഇങ്ങനെയൊക്കെ വന്നാൽ അതിന് നമ്മൾ പരിഹാരം കണ്ടു വേണം പോകാനായിട്ട്. അടുത്തതായി പറയുന്നത് ഈ വീടിനുണ്ടാകുന്ന ചില ദോഷങ്ങളെ സംബന്ധിച്ചാണ്. വീട് പണിത് 3 വർഷത്തിനുള്ളിൽ മരണം സംഭവിച്ചാൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ശവം ദഹിപ്പിച്ചിട്ടുണ്ടാവാം. 2. ഗൃഹപ്രവേശനം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം ആ വീട്ടിൽ കേസ്, വഴക്കുകൾ, സർക്കാർ ഭീഷണി എന്നിവയുണ്ടായാൽ തർക്കം. തെക്ക് കിഴക്ക് ഭാഗത്തെ പശു, എരുമ, കാള മുതലായവയുടെ അസ്ഥികൂടങ്ങൾ കാണാം. ഗ്രഹനാഥനോ നാഥയ്ക്കോ മാരക രോഗങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തെക്ക് വശത്ത് ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥികൾ കാണാം. കൊച്ചുകുട്ടികൾ മരിക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് പട്ടിയുടെ അസ്ഥികൾ കാണാം. സ്വന്തം വീട് വെച്ച് കുറച്ച് നാളിന് ശേഷം മാനസിക വിഭ്രാന്തി ഉണ്ടായാൽ പടിഞ്ഞാറ് മൃഗങ്ങളുടെ അസ്ഥികൂടം ഉണ്ടാവാം. ധനസ്ഥിതി മോശമാവുകയാണെങ്കിൽ വടക്ക് മൃഗങ്ങളുടെ എല്ലുണ്ടാവാം. അയൽവാസികളുമായി വഴക്കുണ്ടായാൽ വീടിൻ്റെ നടുവിൽ തലയോട് കാണാം. വീടിൻ്റെ പിശാച വീതി അടഞ്ഞിരുന്നാൽ ഗ്രഹത്തിൽ കലകം. പിശാച് ബാധിച്ചവരുടെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവാം. ശരീര ദുർഗന്ധം ഉണ്ടാവാം. കൈവിഷം ഉണ്ടെന്ന് കണ്ടാൽ ഗുളിക വാങ്ങി 7 ദിവസം കഴിക്കുക. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുക. കാരണഭയം, അനിശ്ചിത മനസ്സ്, ശരീരത്തിനു ചൊറിച്ചിൽ, ഉയർച്ചയ്ക്ക് സ്തംഭനം, വീട് വിട്ട് പോകാൻ തോന്നുക. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് പെൻഡുലം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിയെ ഊർജ്ജവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഭൂമിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് കണ്ടാൽ, നെഗറ്റീവ് എനർജിയെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഉള്ള ഒരു ഉപകരണമാണ് പെൻഡുലം. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് കണ്ടാൽ, നെഗറ്റീവ് എനർജി കണ്ട് ഭൂമിയുടെ 4 മൂലയിൽ നിന്ന് ഓരോ പിടി മണ്ണ് ശേഖരിച്ച് ഈ പടത്തിലേക്ക് നിരത്തുക. ഞാനിവിടെ ആ പടം നിങ്ങളെ കാണിക്കാം. 5 ക്രിസ്റ്റലുകൾ 4 മൂലയിലും ഒരെണ്ണം മധ്യത്തിലുമായി വയ്ക്കുക. ഈ മണ്ണിലേക്ക് ദിവസവും പഞ്ചഗവ്യം തളിക്കുക, അല്ലെങ്കിൽ തുളസി തീർത്ഥം തളിക്കുക. 90 ദിവസത്തിനകം ഫലമുണ്ടാകാം. യൂണിവേഴ്സൽ എനർജിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ പ്രക്രിയ കൊണ്ട് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ദൃഷ്ടിദോഷം മാറുവാൻ വേണ്ടി കരിക്കിനെ നമ്മൾ ഉഴിഞ്ഞ്, അതായത് കരിക്കിനെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പിടിച്ചു ഇടതുവശത്തേക്ക് കറക്കി വലതുവശത്തേക്ക് കൊണ്ടുവരിക. കരിക്കിനെ 9 പ്രാവശ്യം ഞെട്ടിൽ പിടിച്ച് കറക്കുക. ദൃഷ്ടിദോഷം മാറുവാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഗ്രഹത്തിന് ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തുമണ്ഡലം കെട്ടി വേർതിരിക്കുവാൻ സാമ്പത്തിക ശേഷി ഇല്ലാതാവുമ്പോൾ വീടിന് ചുറ്റും നിശ്ചിത അകലത്തിൽ 1/2 അടി മണ്ണെടുത്ത് പാത്തി പോലെ എടുത്തു മാറ്റി ഞെരുക്കിലും ഉപ്പും കൂടി ഇളക്കി ഈ മാറ്റിയ മണ്ണിൻ്റെ സ്ഥാനത്ത് ഇട്ട് കുഴി മൂടുക. അതാണ് ഗ്രഹത്തിനുള്ളൊരു സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രക്രിയ. പരിഹാരങ്ങൾ: സർവ്വവിഘ്നത്തിനും ഗണപതി ഹോമം, ഗണപതിക്ക് കർഗോമാല, അപ്പം, കൊഴുക്കട്ട, തേങ്ങ. രോഗനിവാരണത്തിന് ശിവന് ധാര, 1008, 108 രുദ്രാഭിഷേകം, കൂവളമാല. പുരുഷ സൂക്ത പൂജ: ധന്വന്തരി ക്ഷേത്രത്തിൽ എണ്ണ ആടിക്കുക, സ്നാനാനന്തരം സേവിക്കുക. ശിവന് കർഗഹോമം, മൃത്യുഞ്ജയ ഹോമം, വിഷ്ണുവിന് പാൽപ്പായസം, വിഷ്ണു ക്ഷേത്രത്തിൽ അന്നദാനം. ദേവീകോപത്തിന് പട്ടും താലിയും കടുംപായസം, വിളക്കിന് എണ്ണ, ജപിച്ച ചരട് കെട്ടുക, ശ്രീസൂക്ത പൂജ, ശ്രീസൂക്ത പുഷ്പാഞ്ജലി. വിഷ്ണുവിന് വെണ്ണ, തുളസിമാല, വിഷ്ണു സഹസ്രനാമാർച്ചന, പാൽപ്പായസം നൽകുക. വിദ്യാദോഷത്തിന് ബാലമന്ത്രം ജപിച്ച ചരട് കഴുത്തിലോ കയ്യിലോ കെട്ടുക.
90 ദിവസം വിദ്യാരാജഗോപാല പൂജ, ലിപി സരസ്വതി പൂജ. ദുരിത നിവാരണത്തിന് ദേവീക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുക, പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുക, ബാഹ്യസൂക്ത പുഷ്പാഞ്ജലി, ഉടയാട എന്നിവ നൽകുക. വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി വിഷ്ണു പ്രതിമാദാനം, ഉത്തമ ബ്രാഹ്മണന് സ്വയംവര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, ദേവിക്ക് 27 ദിവസം ലക്ഷ്മി നാരായണ പൂജ, ഉമാമഹേശ്വര പൂജ, സോമാവ്രതം, ലക്ഷ്മീഹൃദയ ഹോമം എന്നിവ നടത്തുക. പിതൃദോഷം മാറാൻ വേണ്ടി അനന്തര തലമുറയ്ക്ക് ദോഷത്തെ പറയണം. അങ്ങനെ പറയുമ്പോൾ തില ഹോമം, പൃഥു നമസ്കാരം, ഗുരുപൂജ, ഗുരുദോഷത്തിന് ബ്രാഹ്മണർക്ക് കാൽ കഴുകി ഭക്ഷണം നൽകുക, വസ്ത്രദാനം, വിഷ്ണു സഹസ്രനാമാർച്ചന. സന്താനദോഷം, സന്താനഗോപാല പൂജ, പൗർണമി പൂജ. പൗർണമി ദിവസം സന്ധ്യയ്ക്ക് പാൽപ്പായസം ഉണ്ടാക്കി വിഷ്ണു ക്ഷേത്രത്തിലോ വീട്ടിൽ ചന്ദ്രനെ കാണിച്ച ശേഷം കുട്ടികൾക്ക് നൽകുക. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതല്ല, ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്കുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന്, അത് കണ്ടെത്തുന്നതിനുമാണ് പൊതുവായിട്ട് നമ്മൾ ഈ പെൻഡുലം ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിന് മറുപടി ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും.